തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയൻ യേശുവേ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 29-ാം തിരുലിഖിതം. ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം ഉത്തരമരുളുന്ന കർത്താവ്. 91-ാം സങ്കീർത്തനത്തിലെ 15-ാം തിരുലിഖിതം. അവൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ ഉത്തരമരുളും, അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും, ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വചന ശുശ്രൂഷ സ്വർഗത്തിൻ്റെ അത്ഭുത ശക്തിയെ ഈ ഭൂമിയിലുള്ള മനുഷ്യർ അനുഭവിക്കാത്തക്കവണ്ണം ദൈവത്തിൻ്റെ കരുണ ഇറങ്ങുന്ന മണിക്കൂറാണ്. ഇതാ ഒരു കുടുംബത്തിൻ്റെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് ഏലിയാമ്മ. ഞാൻ വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു നേഴ്സാണ്. വളരെയധികം ദുഃഖത്തോടു കൂടെയാണ് ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അട്ടപ്പാടി സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ഒരു ശുശ്രൂഷയിൽ പങ്കുചേരാൻ എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചത്. ഏകദേശം 5 വർഷമായി എന്നും ഞങ്ങളുടെ കുടുംബത്തിൽ വഴക്കായിരുന്നു. 5 വർഷമായി ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സമാധാനവും ഞങ്ങൾ അനുഭവിച്ചിരുന്നില്ല. ഏതാണ്ട് ഞങ്ങൾ രണ്ടുപേരും വേർപിരിഞ്ഞ് ജീവിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്ന സമയത്താണ് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. ഞങ്ങൾ കർത്താവിനോട് കരഞ്ഞു നിലവിളിച്ചു. ഈശോ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഇടപെട്ടു. വളരെ സമാധാനമുള്ള ഒരു കുടുംബജീവിതം കർത്താവ് ഞങ്ങൾക്ക് നൽകി. അന്ന് തൊട്ട് പിന്നെ ഇന്ന് വരെ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ തമ്മിൽ വഴക്ക് കൂടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് എന്നും പ്രാർത്ഥിക്കുന്നു. പണത്തിനോ ഈ ലോകത്തിലെ മറ്റെന്തെങ്കിലും കാര്യത്തിനോ തരാൻ കഴിയാത്ത വലിയ സമാധാനം ഇന്ന് കുടുംബജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുകയാണ്. അയർലൻഡിൽ നിന്നും ഏലിയാമ്മ ഒരു അനുഭവം പങ്കുവെക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിച്ച് നോക്കുക. അയർലൻഡിൽ ചെന്ന ഏലിയാമ്മ, അവിടെ ജോലിയുണ്ട്, അവിടെ പണമുണ്ട്, വീടുണ്ട്, കുടുംബം എല്ലാം ഉണ്ട്. പക്ഷേ ഒന്നിനും സമാധാനം കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ 5 വർഷമായി കലഹിച്ച് നരകിച്ച് ഇനി ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുകയില്ല എന്ന് പറഞ്ഞ് വേർപിരിയാൻ തീരുമാനമെടുത്ത കാലം. അപ്പോഴാണ് ഒരു ആത്മീയ ശുശ്രൂഷയെ പങ്കുചേരാൻ ദൈവവാതിൽ തുറന്നു കൊടുത്തത്. അന്ന് അവർ കരഞ്ഞ് യേശുവിനെ വിളിച്ച് ദൈവം വരെ കണ്ണുനീരിന് ഉത്തരമരുളി. പിന്നെ അന്ന് തൊട്ട് ഇന്ന് വരെ അവരുടെ കുടുംബത്തിൽ തമ്മിൽ വഴക്കുകൂടാ ഒരു അന്തരീക്ഷം, അങ്ങോട്ടൊന്ന് മാറി നിൽക്കുന്നു പറയാൻ ഒരു അന്തരീക്ഷം ഉണ്ടാകാത്തവണ്ണം ദൈവം സംരക്ഷിച്ച്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയം നിസ്സാര സമയമല്ല. സ്വർഗത്തിൻ്റെ കരുണയും സ്വർഗത്തിൻ്റെ സന്ദർശനവും സ്വർഗത്തിൻ്റെ സാന്നിധ്യവും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമാണത്. 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി, പ്രിയമകനെ പ്രിയമകളെ, നിന്റെ അവസ്ഥ, നിന്റെ ജീവിതം ഏത് അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്, ആ അവസ്ഥ അതുപോലെ ദൈവസന്നിധി സമർപ്പിച്ച് സകലത്തെയും പരിവർത്തിപ്പിക്കുന്ന വ്യത്യാസപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. ആത്മീയ ശക്തി ഇപ്പോൾ വ്യാപരിക്കും. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവത്തിന്റെ ആത്മാവേ, സകലത്തെയും പരിവർത്തിപ്പിക്കുന്ന ഉന്നത ശക്തിയായ പരിശുദ്ധാത്മാവേ, ഓ സത്യാരൂപിയെ ഇപ്പോൾ വ്യാപരിക്കണമേ. സത്യരൂപിയാം നിത്യ ദൈവമേ, കത്തിപ്പടരണമിവിടെ. പരിശുദ്ധാത്മാവേ, സത്യരൂപിയാം നിത്യ ദൈവമേ, കത്തിപ്പടരണമിവിടെ. ആത്മാവേ,
ഇടപെടണമേ, ഇടപെടണമേ. തകർന്നവരെ സ്പർശിക്കണമേ, രോഗികളെ സ്പർശിക്കണമേ, കണ്ണുനീരിക്കുന്ന കുടുംബങ്ങളെ സ്പർശിക്കണമേ, തകർന്ന ജീവിതങ്ങളെ പുനരുദ്ധരിക്കണമേ. ഇന്ന് വരെ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത ഓരോ കുടുംബങ്ങളെ നിലവിളിക്ക് ഉത്തരം നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. 91 സങ്കീർത്തനത്തിൽ 15 തിരുലിഖിതം, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ അവന് ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഉത്തരമരുളി മഹത്വപ്പെടുത്തുന്ന ദൈവം, ഉത്തരമരുളി മോചിപ്പിക്കുന്ന കർത്താവ്, ഇതാ വിശുദ്ധ ബൈബിൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണത്. കരച്ചിലിന് ഉത്തരമരുളി മോചിപ്പിക്കുന്ന കർത്താവ്. അനേകം കുടുംബങ്ങളുടെ അനുഭവങ്ങൾ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. ഒരു കുടുംബത്തിൻ്റെ അനുഭവം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇപ്പോൾ കൊണ്ടുവരാം. ലീലാമ ജോൺ കൊല്ലം ദേശത്ത് നിന്ന് ഒരു അനുഭവം സാക്ഷ്യപ്പെടുത്തുകയാണ്. എൻ്റെ കൊച്ചുമകൻ ആഷിഖ് എപ്പോഴും തുപ്പുന്ന സ്വഭാവമാണ്. കൂടാതെ തുപ്പൽ തലയിൽ തൂക്കുക പതിവായിരുന്നു. വല്ലാത്തൊരു ഭയവും അവനുണ്ടായിരുന്നു. ഒരു പനി വന്നതിനാലായിരുന്നു ഇങ്ങനെ സംഭവിച്ചത്. ഇതു കാരണം കഴിഞ്ഞ വർഷം 3 മാസം അവൻ സ്കൂളിൽ പോകാൻ പറ്റിയിട്ടില്ല. അവൻ്റെ സ്കൂൾ പഠനം മുടങ്ങിക്കിടക്കുകയായിരുന്നു. കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഞങ്ങൾ ടെലിവിഷനിലൂടെ ദൈവവചനം ശ്രവിക്കാൻ തുടങ്ങി. അട്ടപ്പാടി സഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ നിന്നുള്ള വചന ശുശ്രൂഷകളിൽ മുടക്കം കൂടാതെ ഞങ്ങൾ പങ്കുചേർന്ന് കുടുംബത്തിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, 2 മാസം അടുപ്പിച്ച് ടെലിവിഷനിലൂടെ വചന ശുശ്രൂഷ കേട്ട് മകന് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിച്ചു. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളി. ഇപ്പോൾ അവന് യാതൊരു സ്വഭാവക്കേടുമില്ല. അവൻ നല്ല മിടുക്കനായിരിക്കുന്നു, മുടങ്ങാതെ സ്കൂളിൽ പോകുന്നു. തുപ്പുന്ന സ്വഭാവവും തുപ്പൽ തലയിൽ തേച്ച് പുരട്ടുന്ന സ്വഭാവവും അവനിൽ നിന്ന് കർത്താവ് സൗഖ്യപ്പെടുത്തി അവനെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊല്ലത്ത് ഒരു കുടുംബം ഇതുപോലെ വേദന സഹിക്കുമ്പം ഒരുപക്ഷെ ട്രീറ്റ്മെൻറ്റുകൾക്ക് അവരെ സഹായിക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ ഇതാ ജീവിക്കുന്ന ദൈവത്തെ അവരാശ്രയിച്ച് ജീവിക്കുന്ന ദൈവത്തോട് നിലവിളിച്ചു. കർത്താവ് അവർക്ക് ഉത്തരമരുളി. ബൈബിളിൽ 68 സങ്കീർത്തനത്തിൽ 6 തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്. അവിടുന്ന് തടവുകാരെ മോചിപ്പിച്ച് ഐശ്വര്യത്തിലേക്ക് നയിക്കുന്നു. തടവറയിൽ ബന്ധിക്കപ്പെട്ട പോലെ ജീവിതത്തിൽ ഇനി ഇടം വല ആർക്ക് രക്ഷിക്കാൻ പറ്റില്ല, ഇതാ ഞാൻ പൂട്ടപ്പെട്ടു എന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു അന്തരീക്ഷമാണോ നിൻ്റെ ജീവിതത്തിൽ? ചില ദുസ്വഭാവങ്ങൾ, ചില രോഗങ്ങൾ, ഇനി ആർക്കും എന്നെ രക്ഷിക്കാൻ പറ്റില്ലെന്ന സ്ഥിതിയിലാണ് നീ കടന്നു പോകുന്നതെങ്കിൽ ഇതാ ദൈവത്തിൻ്റെ വചനം ഒരു കാര്യം സ്പഷ്ടമായി പഠിപ്പിക്കുകയാണ്. 68 സങ്കീർത്തനത്തിലെ 6 തിരുലിഖിതം, അവിടുന്ന് തടവുകാരെ മോചിപ്പിച്ച് ഐശ്വര്യത്തിലേക്ക് നയിക്കുന്നു. ഒരു വ്യക്തിയുടെ അനുഭവം ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അട്ടപ്പാടി സഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ ഒരു ആദ്യ വെള്ളിയാഴ്ച വന്ന് ആ ചേട്ടൻ്റെ അനുഭവം പറഞ്ഞു. ആ ചേട്ടൻ്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി വലിയ ഒരു തകർച്ചയുണ്ടായി. ആ ചേട്ടൻ്റെ തലയിലുള്ള മുടി മുഴുവനും പൊഴിഞ്ഞുപോയി, മീശയെല്ലാം പൊഴിഞ്ഞുപോയി, കൺപുരികങ്ങൾ പോലും പൊഴിഞ്ഞുപോയി. അങ്ങനെ ആ ഒരു അവസ്ഥയിൽ അദ്ദേഹം ഹോസ്പിറ്റലിലേക്ക് മാറിപ്പോയി. ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി എല്ലാ ചികിത്സാവിധികളും മാറി നോക്കി. എവിടെ പോയിട്ട് ഒരു രക്ഷ കിട്ടുന്നില്ല, എവിടെ പോയിട്ട് ഈ കാര്യത്തിൽ പരിഹാരം ഉണ്ടാകുന്നില്ല. ആ ചേട്ടൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു നാൾ അട്ടപ്പാടിയിൽ വന്നത്. ആ ചേട്ടൻ്റെ ഒരു ഫോട്ടോ കൊണ്ടുവന്ന് ഇതാ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ ഫോട്ടോയിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. തലയിൽ ഒരല്പം പോലും, ഒരു കഷ്ണം പോലും മുടിയില്ല, മീശയുടെ മുടിയെല്ലാം കൊഴിഞ്ഞു പോയി, കൺപുരികങ്ങളെല്ലാം പോയി. അങ്ങനെയുള്ള ആ ചേട്ടൻ ഈ ഒരു അവസ്ഥയിൽ ഒരു നാൾ അട്ടപ്പാടി സഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ വന്നു. എന്താണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ദൈവം ഇടപെടുന്നത്? അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നമുക്കൊന്ന് ശ്രവിക്കാം. എൻ്റെ പേര് സിബി എന്നാണ്. കോട്ടയം ജില്ലയിലെ പാല എന്ന സ്ഥലത്ത് കത്തീന്ദ്രപ്പള്ളി ഇടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഏകദേശം 4.5 വർഷം മുമ്പ്
2007 മാർച്ച് മാസത്തിൽ യാതൊരു അസുഖവും ഇല്ലാതെ എൻ്റെ മുടി പൊഴിയാൻ തുടങ്ങി. ഏകദേശം 2 മാസം കൊണ്ട് ഒരു മുടി പോലും ഇല്ലാതെ എൻ്റെ തലയിലെ മുഴുവൻ മുടിയും പൊഴിഞ്ഞുപോയി. ഇത് നോക്കി, ഈ ചിത്രം നോക്കിയേ, അതിൻ്റെ ഫോട്ടോയാണ് ഈ കാണുന്നത്. ഒരു ചെറിയ ഒരു മുടിയുടെ ഒരു പൊടി പോലും ഇല്ലാതെ കംപ്ലീറ്റ് മുടിയും ശിരസിൽ നിന്ന് കൊഴിഞ്ഞു പോയൊരവസ്ഥയിലായിരുന്നു ഈ ചേട്ടൻ്റെ സ്ഥിതി. ഇത് പ്രത്യേകിച്ച് രോഗമൊന്നുമില്ല, തന്നെ അങ്ങനെ സംഭവിച്ചതാണ്. മുടി പൊഴിഞ്ഞതിന് ശേഷം എൻ്റെ പുരികവും എൻ്റെ മുഖത്തെ രോമങ്ങളും മുഴുവൻ പൊഴിഞ്ഞുപോയി. ഞാൻ പല ഡോക്ടർമാരെയും കണ്ടു. എല്ലാ ഡോക്ടർമാരും കുറേ ടെസ്റ്റുകൾക്ക് കുറിച്ച് തരും. എല്ലാ ടെസ്റ്റുകളും റിസൾട്ട് വരുമ്പോൾ നോർമലാണ്. ഡോക്ടർമാർ ചോദിക്കും എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടോ, എന്തെങ്കിലും മരുന്ന് കഴിച്ചിട്ടുണ്ടോ എന്ന്. എനിക്ക് മാരകമായ ഒരു അസുഖങ്ങളും വന്നിട്ടില്ല, ഞാനൊരു മരുന്നും കഴിച്ചിട്ടുമില്ല. ചില ഡോക്ടർമാർ പറയും നിങ്ങൾക്ക് അസുഖമൊന്നും ഇല്ലാത്തത് കാരണം ഞാൻ മരുന്ന് ഒന്നും കുറിക്കുന്നില്ല, വേറെ മരുന്ന് കഴിച്ചാൽ നിങ്ങൾക്ക് വേറെ അസുഖം വല്ലതും വരും. അങ്ങനെ മാറി മാറി ആയുർവേദവും ഹോമിയോയും ഇംഗ്ലീഷ് മരുന്നും 3 വർഷത്തോളം കഴിച്ചു. പിന്നെ 1 വർഷത്തോളം ഞാൻ മരുന്നൊന്നും കഴിച്ചില്ല. അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ 2010 നവംബർ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച ഇവിടെ കൺവെൻഷൻ വന്നുകൂടി. അന്ന് ഇവിടെ സാക്ഷ്യം പറയുന്ന സമയത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. അന്ന് വരുമ്പം മുടിയില്ലാത്ത അവസ്ഥയിലല്ല വന്നേ? മുടിയില്ലാത്ത അവസ്ഥയിൽ ഞാനൊരു തൊപ്പി വെച്ചുകൊണ്ടാണ് വന്നിരുന്നത്. ഈ ഫോട്ടോയിൽ കാണുന്ന അതേ അവസ്ഥയിലാണ് അന്ന് വന്ന്. നിങ്ങൾ ഈ ഫോട്ടോ ഒന്നും നോക്കിയേ, ശരിക്കും പുരുകം പോലും ഇല്ലാതെ ഇത് കംപ്ലീറ്റ് അത് നഷ്ടപ്പെട്ട ഒരു സ്ഥിതിയിലായിരുന്നു ആ ഫോട്ടോ അദ്ദേഹത്തിൻ്റെ അന്നത്തെ അവസ്ഥ. ഈ ഒരു അവസ്ഥയിലാണ് 2010 നവംബർ മാസത്തിൽ ആദ്യ വെള്ളിയാഴ്ച ഈ ആലയത്തിലേക്ക് ഈ എളിയ പൈതൽ കടന്നു വന്നത്. എല്ലാവരും സാക്ഷ്യം പറയുന്ന സമയത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, യേശുവേ നിൻ്റെ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ എന്നെ കഴുകി ഈ അനേകായിരങ്ങളുടെ മധ്യേ ഈ സ്റ്റേജിൽ നിന്നെ മഹത്വപ്പെടുത്തുവാൻ നീ എനിക്കൊരു അവസരം ഒരുക്കി തരണം. നീ എൻ്റെ നഷ്ടപ്പെട്ടു പോയ മുടി ഓരോന്നും തിരികെ തരണം. അതിനുശേഷം ഞാൻ തിരികെ പോയി. 2 മാസത്തിന് ശേഷം ജനുവരിയിൽ കൊച്ചുകുട്ടികളുടെ മുടി കിളുത്ത് വരുന്നത് പോലെ ദൈവമേ എൻ്റെ തലയിൽ ചെറിയ മുടി കിളുത്ത് വരാൻ തുടങ്ങി. അതിനുശേഷം ഏപ്രിൽ മാസത്തിലെ കൺവെൻഷനിൽ ഞാൻ 1 പ്രാവശ്യം കൂടെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഇപ്പം എൻ്റെ തലയിൽ എല്ലാ ഭാഗത്തും തന്നെ മുടിയുണ്ട്. എൻ്റെ പുരികവും മുഖത്തെ രോമങ്ങളും എനിക്ക് തിരികെ കിട്ടി. മരുന്നോ ലേപനമല്ല, യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ ശക്തിയാണ് എന്നെ പ്രവർത്തിച്ചതെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയും യേശുവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ നോക്കിയേ, ഈ അവസ്ഥയിലായിരുന്നു ഈ ഇപ്പം നിൽക്കുന്ന ഈ ചേട്ടൻ്റെ സ്ഥിതി. എന്നാൽ ഇപ്പം നോക്കിയേ, ശിരസിൽ നിറച്ചും മുടി വന്ന്, ചെറിയ കുട്ടികൾക്ക് മുടി കിളുക്കണ പോലെ മുടി അങ്ങോട്ട് കിളുത്തിട്ട് സാധാരണ പോലെ ആദ്യത്തെ പോലെ ആ ഒരു ഷേപ്പ്, മീശയും പുരികവും കൺപീലി എല്ലാം വീണ്ടും മുളച്ച് ആദ്യത്തെ പോലെയായി. യേശയ്യ 46-ാം അധ്യായത്തിൽ 12ഉം 13ഉം തിരുലിഖിതങ്ങൾ അന്വർത്ഥമായതല്ലേ നമ്മളിപ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്തത്? യേശയ്യ 46, 12ഉം 13ഉം തിരുലിഖിതങ്ങൾ പഠിപ്പിക്കുകയാണ്, മോചനം അകലെയാണെന്ന് കരുതുന്ന മർക്കടമുഷ്ടികളെ എൻ്റെ വാക്ക് കേൾക്കുവിൻ. ഞാൻ മോചനം ആസന്നമാക്കിയിരിക്കുന്നു, അത് വിദൂരത്തല്ല. ഞാൻ രക്ഷ താമസിപ്പിക്കുകയില്ല. ഞാൻ സിയോന് രക്ഷയും ഇസ്രായേലിന് മഹത്വവും നൽകും. സിയോന് രക്ഷയും ഇസ്രായേലിന് മഹത്വം നൽകുന്ന കർത്താവ്, കർത്താവിനെ തേടുന്നവർക്കും കർത്താവിനെ ആശ്രയിക്കുന്നവർക്കും വിടുതലും മോചനവും നൽകുന്ന കർത്താവ് ബൈബിളിലുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ട് സങ്കീർത്തന പുസ്തകത്തിൽ 145-ാം സങ്കീർത്തനത്തിൽ 9-ാം തിരുലിഖിതം പഠിപ്പിക്കുകയാണ്, കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. നിങ്ങൾ ഈ കർത്താവിനെ ആശ്രയിച്ചാൽ, ഈ കർത്താവിനെ നന്മ രുചിച്ചറിയാൻ ജീവിതകാലത്ത് കർത്താവ് എനിക്ക് നിങ്ങൾക്ക് ഇടവരുത്തുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇത് മറ്റൊരു കുടുംബം, ആ കുടുംബത്തിൻ്റെ അനുഭവം ആ കുടുംബം രേഖപ്പെടുത്തി ഇവിടെ എത്തിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. എൻ്റെ പേര് ലൂസി ജേക്കബ്, തൃശ്ശൂരിൽ നിന്നാണ് സാക്ഷ്യം എഴുതുന്നത്. ഞങ്ങളുടെ കൊച്ചുമകൾ 3 വയസ്സ് ഓടിച്ചാടി കളിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും മൂത്രമൊഴിക്കണമെന്ന് തോന്നിയാൽ സോഫയിലോ കിടക്കയിലോ കസേരയിലോ എവിടെയെങ്കിലും കയറിയിരുന്ന് മൂത്രമൊഴിക്കും. മൂത്രമൊഴിക്കണമെങ്കിൽ ബാത്റൂമിൽ കൊണ്ടുപോകാം എന്ന് ഞങ്ങൾ ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരുന്നാലും വേണ്ട വേണ്ട എന്ന് പറയുകയും എവിടെയെങ്കിലും കയറിയിരുന്ന് മൂത്രമൊഴിക്കുകയും ചെയ്യും. കുറേയൊക്കെ ശാസിക്കുകയും അടിക്കുകയും ചെയ്തിട്ടൊന്നും ഒരു ഫലവും കണ്ടില്ല.
ഒടുവിൽ മകളുടെ ഈ സ്വഭാവക്കേട് ഒന്ന് മാറുകയാണെങ്കിൽ സാക്ഷ്യപ്പെടുത്താം എന്നൊരു നേർച്ച നേർന്നു. അത്ഭുതമെന്ന് പറയട്ടെ, അതിനുശേഷം ആ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തതിന് ശേഷം, ആ ഒരു പ്രാർത്ഥനയ്ക്ക് ശേഷം മകളുടെ രീതികൾ മാറിപ്പോയി. ഇപ്പോൾ അവൾ ബാത്റൂമിൽ ക്രമമായി മൂത്രമൊഴിക്കാൻ പോവുകയും ബാത്റൂം വെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കുകയും തിരിച്ചു വരികയും ചെയ്യുന്ന രീതിയുണ്ട്. രാത്രിയിൽ പോലും കിടന്ന് മൂത്രമൊഴിക്കുന്ന രീതി ഇപ്പോൾ അവളിൽ കാണുന്നില്ല. അവളെ ഈശോ അത്ഭുതകരമായി വിടുവിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ലൂസി ജേക്കബ് ഇതാ എഴുതി അറിയിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോക്കുക, അടിച്ചിട്ടും കുത്തിയിട്ടും പേടിപ്പിച്ചിട്ടും ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും ആ കുട്ടിയുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നില്ല. ഏത് മെഡിസിൻ കൊടുത്തിട്ടും ഫലിക്കുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ ഇതുപോലൊരു ടെലിവിഷൻ പ്രോഗ്രാമിൻ്റെ സമയത്ത് അവർ കർത്താവിൻ്റെ മുമ്പിൽ ഈ വിഷയം അവതരിപ്പിച്ച് അവർ കുടുംബം ഒന്നിച്ച് കർത്താവിന് മുമ്പിൽ കരഞ്ഞു, കർത്താവിന് മുമ്പിൽ നിലവിളിച്ചു. അവിടുന്ന് അവർക്ക് ഉത്തരമരുളി. അവിടുന്ന് അവരുടെ കഷ്ടതയിൽ അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നു. ആ ബലഹീനത, ആ ക്ഷീണം കർത്താവ് ഇടപെട്ട് വിടുവിച്ചു കൊടുത്തു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ 16-17 വാക്യങ്ങളിൽ ഈ കാര്യത്തെക്കുറിച്ച് ഒരു വെളിപ്പെടുത്തലില്ലേ? അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു എന്ന് യേശയ്യ പ്രവചിച്ചത് അങ്ങനെ നിറവേറി. മത്തായിയുടെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ 16-17 തിരുലിഖിതങ്ങളിൽ ദൈവത്തിൻ്റെ വചനം ഇതാ വെളിപ്പെടുത്തുകയാണ്. നമ്മുടെ കഷ്ടതകൾ, നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ഉത്തരമരുളുന്നവനാണ് ജീവിക്കുന്ന കർത്താവ്, ഏക സത്യ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവത്തെ വിളിക്കാനും ഈ ദൈവത്തെ ആശ്രയിക്കാനും ആരും ശങ്കിക്കേണ്ടതില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, ഒരുപക്ഷെ പാപത്തിലോ തഴക്കദോഷങ്ങളിലോ ദുശീലങ്ങളിലോ തകരുന്നൊരു അന്തരീക്ഷമായിരിക്കും ജീവിതത്തിൽ. ദൈവത്തിനെ കുറിച്ച് എന്താ പറയണത്? സങ്കീർത്തന പുസ്തകത്തിൽ 65-ാം അധ്യായത്തിൽ 2-3 തിരുലിഖിതങ്ങൾ, കർത്താവേ, മർത്യരെല്ലാം പാപഭാരവുമായി ഇതാ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. ഞങ്ങൾ അകൃത്യങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ അവിടുന്ന് ഞങ്ങളെ മോചിപ്പിക്കുന്നു. സങ്കീർത്തനം 65-ാം അധ്യായത്തിൽ 2-3 തിരുലിഖിതങ്ങൾ, ഞങ്ങൾ അകൃത്യങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ അവിടുന്ന് ഞങ്ങളെ മോചിപ്പിക്കുന്നു. ഇതാ ഒരു വ്യക്തിയുടെ അനുഭവം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഈ മനുഷ്യൻ്റെ സ്ഥിതി എന്താ? 40 വർഷം മൂക്കിപ്പൊടിക്ക് അടിമയായ ഒരു മനുഷ്യൻ. മൂക്കിപ്പൊടി ഇല്ലാതെ ഒരു ദിവസം മുമ്പോട്ട് കഴിച്ചുകൂടാൻ പറ്റില്ല. മൂക്കിപ്പൊടി ഇല്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കുന്ന സ്വഭാവം. അതുമാതിരി 40 വർഷമായി മൂക്കിപ്പൊടി ഉപയോഗിച്ച് മൂക്കിപ്പൊടി ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്ത വിധം അതിൻ്റെ അടിമയായി തീർന്ന മനുഷ്യൻ. അദ്ദേഹം കണ്ണീരോടെ കർത്താവിനെ വിളിച്ചു. ദൈവം എങ്ങനെ അദ്ദേഹത്തോട് ഇടപെട്ടു? നമുക്കൊന്ന് ശ്രദ്ധിക്കാം. യേശുവെ സ്തുതി, യേശുവെ നന്ദി. എൻ്റെ പേര് ക്ലീറ്റസ് ഡിസിലുവ, എറണാകുളത്തിനടുത്ത് മുളവാടെന്ന് ഞാൻ വരുന്നു. ഞാൻ അട്ടപ്പാടിയിൽ ആദ്യ വെള്ളിയാഴ്ച വരുവാൻ തുടങ്ങിയിട്ട് 10 മാസത്തോളമായി. 10 മാസമായി അടുപ്പിച്ച് അല്ലെങ്കിൽ ആദ്യ വെള്ളിയാഴ്ചകളോട് വരുന്ന ഈ കാലയളവിൽ എനിക്ക് യേശു 3 നല്ല കാര്യങ്ങൾ ചെയ്തു തന്നു. 42 വർഷമായി ഞാൻ മൂക്കിപ്പൊടി വലിക്കുന്ന ആളായിരുന്നു. എത്ര? 42 വർഷത്തോളം. 42 വർഷത്തോളം മൂക്കിപ്പൊടി വലിക്കുന്നത്. അതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. അത് ഇവിടെ വന്ന ശേഷം നിശേഷം ഞാൻ എടുത്ത് മാറ്റിക്കളഞ്ഞു. ഇപ്പം ഞാൻ അത് വലിച്ചിട്ട് 5 മാസം കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. 5 മാസമായി മൂക്കിപ്പൊടി വേണ്ട, പരിപൂർണമായ കർത്താവ് സുഖപ്പെടുത്തി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്താ നാം ശ്രവിച്ചത്? ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ ഓരോ കണ്ണുനീര് വന്നപ്പോൾ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഹൃദയം നുറുങ്ങി കരങ്ങൾ ഉയർത്തി ഹൃദയം നൊന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരമരുളി. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, കരങ്ങൾ ഉയർത്തി വലിയ ആഗ്രഹത്തോടെ ദൈവമേ ഇടപെടണമേ പ്രാർത്ഥിക്കാം. നിലവിളി കേൾക്കുന്ന ദൈവമേ, എൻ യാചന കേൾക്കണമേ. ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്നു. നിലവിളി കേൾക്കുന്ന ദൈവമേ, എൻ യാചന കേൾക്കണമേ. കരഞ്ഞു ഞാൻ തളർന്നിടുമ്പോൾ കർത്താവേ പിടിച്ചുയർത്താൻ നീ വരേണമേ. യേശുവേ, കരഞ്ഞു ഞാൻ തളർന്നിടുമ്പോൾ കരം പിടിച്ചുയർത്താൻ നീ വരേണമേ. കരങ്ങൾ ഉയർത്തി നിലവിളി കേൾക്കുന്ന
ഇടപെടണമേ. എൻ യാചന കേൾക്കണമേ. കർത്താവേ, ഒരുപാട് പാപങ്ങൾ, ഒരുപാട് തകർച്ച, തഴക്കദോഷങ്ങൾ, ദുശീലങ്ങൾ, സമാധാനമില്ലാത്ത അവസ്ഥ, ശാപങ്ങൾ, അന്ധകാരങ്ങൾ രക്ഷിക്കണമേ. പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും മോചനമേകി നീ അനുഗ്രഹിക്കൂ. പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും മോചനമേകി നീ അനുഗ്രഹിക്കൂ. ഞാനിതാ വിളിക്കുന്നു യേശുവേ, യേശുവേ വരേണമേ. പ്രാർത്ഥിക്കുന്നു. ഞാനിതാ വിളിക്കുന്നു യേശുവേ വരേണമേ. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി എല്ലാവരും വിളിക്കുന്നു യേശുവേ. ആരാധന, ആരാധന, ആരാധന. യേശുവേ, 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 യേശുവേ. സ്പർശിക്കണമേ കർത്താവേ, ഇടപെടണമേ കർത്താവേ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ, മാറാനാത്ത. Lord Jesus. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 14-ാം തിരുലിഖിതം. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും. പ്രിയപ്പെട്ട ദൈവമക്കളെ, രണ്ട് കരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി നമ്മുടെ ഓരോ കണ്ണുനീരും പറഞ്ഞ് പ്രാർത്ഥിക്കാം. വിവാഹ തടസ്സങ്ങളുള്ളവർ കരഞ്ഞ് നിലവിളിക്കുക. ഓരോ തരത്തിലുള്ള തടസ്സങ്ങളാൽ ബിസിനസ് തകർന്നു, കൃഷി തകർന്നു, വരുമാന മാർഗം തകർന്നു, ഉപജീവന മാർഗങ്ങളെല്ലാം തകർന്നു തരിപ്പണമായി, കടബാധ്യതയിൽ കുടുങ്ങി സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ യേശുവിനെ നാമം ഉറക്കെ വിളിക്കട്ടെ. പഠിക്കാൻ കഴിയാത്ത വിദ്യാർത്ഥികൾ ഇപ്പോൾ രക്ഷിതാവായി യേശുവിനെ ഉറക്കെ വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ കർത്താവേ, ഇന്ന് ഈ നിമിഷം പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ച് ഓരോ വേദനകളും ഹൃദയത്തിൽ നിന്ന് അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മകൻ്റെ മേൽ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. തളർന്നവർ യേശുവിൻ്റെ നാമത്തിൽ പുതുജീവൻ പ്രാപിക്കട്ടെ. തടസ്സങ്ങളിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. രോഗികളായ കുഞ്ഞുങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, മാറാനാത്ത. Lord Jesus. എൻ്റെ പേര് ബിന്ദു. ഞാൻ കോട്ടയം ജില്ലയിലെ പൊൻകുന്നം എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഞാൻ BS നഴ്സിംഗ് 2000 പാസ് ഔട്ടായതാണ്. 6 വർഷമായി പുറത്തേക്ക് പോകാൻ ട്രൈ ചെയ്യുന്നു. പക്ഷേ പരീക്ഷകളൊക്കെ പാസ്സാവുകയാണെങ്കിലും എനിക്ക് പോകാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഈ 2011 ജനുവരിയിലെ ആദ്യ വെള്ളിയാഴ്ച ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ സാക്ഷ്യം പറയുന്ന സമയത്ത് ഞാനും മനസ്സിൽ പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോയെ എനിക്കും പുറത്തൊരു ജോലി തരികയാണെങ്കിൽ ഞാനും ഇതുപോലെ സാക്ഷ്യം പറഞ്ഞ് അങ്ങയെ മഹത്വപ്പെടുത്താമെന്ന്. അതിൻ്റെ ഫലമായിട്ട് ഈ മാർച്ചിൽ കുവൈറ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് നടത്തിയിരുന്ന എക്സാമിൽ ഞാൻ സെലക്ഷൻ ആക്കുകയും ഇപ്പോൾ എനിക്ക് പോകുവാനുള്ള വിസ വരികയും ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 6 വർഷം എല്ലാ പരീക്ഷയും കഴിഞ്ഞ് പാസ്സായിട്ട് 6 വർഷമായിട്ട് ജോലിയില്ല. എല്ലാ ഇൻ്റർവ്യൂവും പാസ്സാവും, എല്ലാ ടെസ്റ്റും പാസ്സാവും, എല്ലാത്തിൻ്റെ സർട്ടിഫിക്കറ്റും ഉണ്ട്. പക്ഷേ ജോലി മാത്രം കയ്യിലേക്ക് ഇങ്ങോട്ട് കിട്ടണില്ല. ഈ സഹോദരി 6 വർഷമായി എല്ലാ പരീക്ഷകളും പാസ്സാവും, എല്ലാ ഇൻ്റർവ്യൂകളും പാസ്സാവും, പക്ഷേ ജോലി കിട്ടിയല്ല. എന്നാൽ ഇവിടെ ഇങ്ങനത്തെ ഒരു ശുശ്രൂഷ പങ്കുചേർന്നു, ഡെലിവറൻസ് പങ്കുചേർന്നു, പ്രാർത്ഥിച്ചു. 2 മാസത്തിനുള്ളിൽ ഇതെല്ലാം റെഡിയായി പോകാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പാടാം കൈയടിച്ച് നന്നായി. ഹല്ലേലൂയ പാടിടാം, വാഴ്ത്തിടാം യേശുവേ എന്നും. ഹല്ലേലൂയ
അനങ്ങി. സ്തുതികൾക്ക് യോഗ്യനവൻ, എല്ലാ മഹത്വവും യേശുവിന്. സ്തുതികൾക്ക് യോഗ്യനവൻ, എല്ലാ മഹത്വവും യേശുവിന്.